വയനാട് ബത്തേരി ഹൈവേ കവർച്ചാ കേസിൽ രക്ഷപ്പെട്ട പ്രതി സുഹാസിനായി പോലീസിന്റെ അന്വേഷണം ഊർജിതം. കാർ തട്ടിയെടുത്തത് കുഴൽപ്പണ കവർച്ച ലക്ഷ്യം വെച്ചെന്ന് പോലീസ് കണ്ടെത്തി. ദേശീയപാത ബത്തേരി കല്ലൂരിൽ വെച്ചാണ് കാർ തട്ടിയെടുത്തത്. കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട സുഹാസ് 2018 സമാനമായ കേസിലും പ്രതിയാണ്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ഇപ്പോൾ ചേരുന്നുണ്ട്. സുർജിത്ത്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഇന്നലെ രാത്രിയിലാണ് ഇത്തരത്തിൽ ഈ ഹൈവേ കവർച്ച കേസിലെ പ്രതി ബത്തേരി SI രാംകുമാറിനെ ആക്രമിച്ച് കടന്നു കളയുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. തൃശൂരിൽ നിന്നും ഇയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയായിരുന്നു പോലീസ് സംഘം. സുഹാസ് എന്നുപേരുള്ള ചന്ദ്രാപന്നി സ്വദേശിയാണ് ഇത്തരത്തിൽ രക്ഷപ്പെട്ടത്. ഇയാൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് ഈ സുഹാസിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അത്തരത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ കേസിൽ കൂടുതൽ പ്രതികളുണ്ട്. അത് തൃശൂർ കേന്ദ്രീകരിച്ച് നടത്തിയ ഗൂഢാലോചനയുടെ തുടർച്ചയാണ് ഇത്തരത്തിലൊരു കാർ ആക്രമണം എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 4-ാം തീയതിയാണ് കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള വ്യവസായിയായിട്ടുള്ള സന്തോഷ് കുമാറിനെയും ഡ്രൈവറെയും ആക്രമിച്ച് കാർ കൊണ്ടുപോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. അത് ഇന്നോവ ക്രിസ്റ്റ കാറാണ്. ആ കാർ അതിൽ കുഴൽപ്പണമുണ്ട് തെറ്റിദ്ധരിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് എന്നുള്ള തരത്തിലാണ് പോലീസ് വിലയിരുത്തുന്നത്. ഈ സമയം, അതായത് ഈ ആക്രമണം നടക്കുന്ന ഘട്ടത്തിൽ കടന്നുപോയ മറ്റൊരു ഇന്നോവയുടെ ദൃശ്യങ്ങൾ കൂടി പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ആ ഇന്നോവയിൽ ഇത്തരത്തിൽ കുഴൽപ്പണക്കടത്തുണ്ടായിരുന്നു എന്ന സംശയം പോലീസിനുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഇതിനുശേഷം ഈ സന്തോഷ് കുമാറിന്റെ ഇന്നോവയുമായി ഇവർ നേരെ എത്തുന്നത് മുള്ളംകൊല്ലിയിലാണ്. അതിൽ 8 പേരാണ് ആക്രമണം നടത്തിയത്. മുഖംമൂടി സംഘം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അവർ എത്തിയ ശേഷം അവിടെ ഒരാളുടെ സഹായം തേടിയിരുന്നു. ആ പാടിച്ചിറ സ്വദേശി രാജൻ എന്ന ആളുടെ സഹായമാണ് തേടിയത്. അതിനുശേഷം അവിടെ വെച്ച് ഈ കാറ് കുത്തിപ്പൊളിക്കുകയായിരുന്നു. ഇതിനകത്ത് കുഴൽപ്പണം ഉണ്ട് തെറ്റിദ്ധരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് നടന്നത്. പിന്നീട് ഈ കാർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയും പിന്നീടാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയും രാജനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് അന്വേഷണം തൃശൂരിലേക്ക് വ്യാപിപ്പിച്ചതും ഒരാളെ അറസ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുള്ളത്. ഈ കേസിലെ പ്രതിയായിട്ടുള്ള സുഹാസ് എന്ന് പറയുന്ന ആൾ അത് നേരത്തെ 2018 തിരുനെല്ലിയിൽ സമാനമായ കേസിൽ കുഴൽപ്പണം തട്ടിപ്പറിച്ച കേസിലെ പ്രതിയാണ്. തൃശൂർ ജില്ലയിൽ വിവിധ സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ ഇത്തരത്തിൽ സമാനമായ കേസുകളുണ്ട് എന്നുള്ളതും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും പോലീസിന്റെ അന്വേഷണം ഊർജിതമാണ്. കൂടുതൽ പ്രതികൾ ഈ കൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ പിടികൂടാനുള്ള നീക്കമാണിപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.